എനിക്കറിയാം, ഞാനിത് പറയുമ്പോ തന്നെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇടർച്ചകളെ മാറ്റുന്ന സൂപ്പർ നാച്ചുറൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. ചില ഇടർച്ചകളിലേക്ക് അവൻ മാറ്റുന്ന പിശാചിന്റെ പദ്ധതികളെ എന്റെ ദൈവം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. കാരണം അവൻ അറിയാം, യേശു ചെയ്ത് നോക്കണം. യേശു സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ് ദൈവത്തിന്റെ ഇടപെടലിലേക്ക് യേശു കർത്താവ് കടക്കുന്നത്. ദൈവത്തിന്റെ കരുതൽ കാണും. സാധാരണ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. മാനുഷിക ബുദ്ധിയിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ക്രമീകരിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ അസാധാരണമായ ഇടപെടൽ കാണും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം, ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളെ എക്സൈറ്റഡ് ആക്കുന്ന നിലകളിലുള്ള ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഇടപെടൽ ദൈവം നിങ്ങളെ കാണിപ്പിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ അടുക്കൽ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. അതൊന്ന് വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് പറഞ്ഞു. എനിക്കറിയാം, ഞാനിത് പറയുമ്പോ തന്നെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇടർച്ചകളെ മാറ്റുന്ന സൂപ്പർ നാച്ചുറൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. ചില ഇടർച്ചകളിലേക്ക് അവൻ മാറ്റുന്ന പിശാചിന്റെ പദ്ധതികളെ എന്റെ ദൈവം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. കാരണം അവൻ അറിയാം, യേശു ചെയ്ത് നോക്കണം. യേശു സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ് ദൈവത്തിന്റെ ഇടപെടലിലേക്ക് യേശു കർത്താവ് കടക്കുന്നത്. എല്ലാരും പറയും വട്ടാണെന്ന് പറയും. എന്ത് കേട്ടാലും പത്രോസ് പോകാന്ന് വിചാരിക്കുക. യേശുവിന്റെ വാക്കും കേട്ട് പത്രോസ് ചൂണ്ടയിടാൻ പോവുക. ചിലര് ചോദിക്കുക, പത്രോസ് നീ എങ്ങോട്ടാ? പത്രോസ് പറയും, ഞാൻ ചൂണ്ടയിടാൻ പോവാ. എന്തിനാ? യേശു എന്നോട് പറഞ്ഞു, നീ ചൂണ്ടയിട്ടാൽ ആ ചൂണ്ടക്കകത്ത് ഒരു മീന് വന്ന് കൊളുത്തും. ആ മീനിന്റെ വായ നീ തുറന്നാൽ അതിനകത്ത് നാണയം ഉണ്ടാകുമെന്ന് യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം ചോദിച്ച പുള്ളിക്കാരൻ പറയും, മണ്ടനോട് മണ്ടൻ, ഇവന് ബുദ്ധിയില്ല. പിന്നെ ചൂണ്ടലിൽ കിട്ടുന്ന മീനിന്റെ വായ്ക്കകത്തല്ലേ നാണയം കിടക്കുന്നു. ചിലർ നിങ്ങളെ നോക്കി അങ്ങനെ നിങ്ങളോടുള്ള വാഗ്ദാനത്തിന്റെ മേൽ പറയും. കാരണം അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം മറ്റു മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷെ നിങ്ങളോട് അറിയിച്ച യേശു, നിങ്ങളോട് വാഗ്ദത്തം അറിയിച്ച കർത്താവ്, ഹല്ലേലൂയ, ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുടെ നടുവിൽ അവരെ പോലും എക്സൈറ്റഡ് ആക്കത്തക്ക നിലകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം നിവർത്തി. വാഗ്ദത്തം നിവർത്തി കാണുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, നീ ദൈവത്തിന്റെ അസാധാരണമായ ദൈവത്തിന്റെ ഇടപെടൽ കാണും. കാര്യം അവൻ യേശുവിന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവൻ അറിയുക, ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ നാച്ചുറലുകൾ ഞങ്ങൾ കാണുകയില്ല. ഞങ്ങൾ കാണുന്നത് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ഞങ്ങളോടുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കുമെന്ന് മനുഷ്യർ നോക്കുമ്പോൾ അസാധ്യങ്ങളാണ്. പക്ഷേ ഞങ്ങളോടുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കുന്നത് ഞങ്ങളുടെ മിടുക്കല്ല, അത് നാച്ചുറലായ സംഭവങ്ങളുമല്ല. സർവശക്തനായ ദൈവത്തിന് ഞങ്ങളോടുള്ള സ്നേഹമാണ്. അവൻ വലിയവ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു, വൻകാര്യങ്ങൾ ചെയ്യും. എന്റെ യേശു വൻകാര്യങ്ങൾ ചെയ്യും. എന്റെ യേശു വൻകാര്യങ്ങൾ ചെയ്യും. ഒന്ന് അടുത്തുള്ളവരോട് പറ, യേശു നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ പറ. പറയാൻ പറയുമ്പോ ചിരിച്ചിട്ട് ചിലര് അങ്ങനെ ഒരു വിശ്വാസക്കുറവ് പോലെ
വിശ്വാസത്തോടൊന്ന് പ്രഖ്യാപിച്ചു പറ, നിനക്ക് വേണ്ടി. നിങ്ങൾ ഇത് പറയുമ്പോൾ അടുത്തുള്ളവന് ഡെലിവറൻസ് ആകട്ടെ. നിങ്ങളുടെ നാവ് കൊണ്ട് ഇത് പറയുമ്പോൾ തന്നെ അടുത്തുള്ളവന് വിടുതലാകട്ടെ. വിടുതലാകും. നമ്മൾ പ്രഖ്യാപിക്കുക, നമ്മൾ അവകാശങ്ങളെ സ്വീകരിക്കുക, നമ്മൾ അവകാശങ്ങളിൽ വിശ്വസിക്കുക.